ഓക്കെ, അപ്പോൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോൺട്രാക്റ്റ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞ ഒരു പുതിയ ചാപ്റ്ററാണ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ 8th ചാപ്റ്ററാണ് കോൺട്രാക്റ്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കാം എന്താണെന്ന്. അപ്പോൾ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇറ്റ്സ് ആൻ അഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ടു പാർട്ടീസ് by which one party agrees to undertake and complete a job or a piece of work for an agreed price. ഒരു agreed പ്രൈസിൽ ഒരു പെർട്ടിക്കുലർ ജോബ് അല്ലെങ്കിൽ ഒരു പീസ് ഓഫ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് രണ്ട് പാർട്ടീസ് തമ്മിൽ അഗ്രി ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു എഗ്രിമെൻറ്റിനെയാണ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഒരു കോൺട്രാക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള രണ്ട് പേഴ്സൺസ് എന്ന് പറയുന്നത് ഒന്ന് കോൺട്രാക്ടർ ആണ്, ഒന്ന് കോൺട്രാക്റ്റീ ആണ്. അതായത് ഇപ്പം എയും ബിയും, എക്ക് ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യണം. അപ്പോൾ എ എന്ത് ചെയ്യാണ്, ബി എന്ന ഇൻഡിവിജ്വലിനോട് ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്ത് തരാനായിട്ടൊരു കോൺട്രാക്റ്റ് ഉണ്ടാക്കുകയാണ്. അപ്പം ബി ആണ് ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. എ എന്ത് ചെയ്യും, ഒരു അഗ്രീഡ് പ്രൈസ് ബിക്ക് കൊടുക്കും. എന്നിട്ട് എന്താണ്, ബി ഒരു ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ കോൺട്രാക്ടർ എന്ന് പറയുന്നത് ബി ആണ്. ഈ ഒരു കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഓർഡർ കൊടുക്കുന്നത് കോൺട്രാക്റ്റീ ആണ്. ഓക്കെ, കോൺട്രാക്ടർ ഇസ് ദ പേഴ്സൺ ഹു അണ്ടർടേക്സ് ദ വർക്ക് ആൻഡ് കോൺട്രാക്റ്റീ ഇസ് ദ പേഴ്സൺ ഹു ഗിവ്സ് ദ കോൺട്രാക്ട് ഓർ ഫോർ ഹൂം വർക്ക് ഈസ് ഡൺ. And contracts are undertaken for the construction of a building, dam or building a ship etc. ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഡാം, അതുപോലെ തന്നെ അല്ലെങ്കിൽ ഒരു ഷിപ്പ് ബിൽഡ് ചെയ്യാൻ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് എന്ത് ചെയ്യുന്നത്, കോൺട്രാക്ട്സ് സാധാരണ എടുക്കാറുള്ളത്. ഓക്കെ, ദെൻ എ കോൺട്രാക്ട് ഈസ് എ ലാർജ് ജോബ്. ഒരു പർട്ടിക്കുലർ പെട്ടെന്ന് തന്നെ തീർക്കാൻ പറ്റുന്ന ഒരു സ്മോൾ ജോബ് അല്ല എന്ത്, കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ജോബ് കോസ്റ്റിംഗ് പഠിച്ചിരുന്നു. ജോബ് എന്ന് പറയുന്നത് ഒരു വർക്ക് ഓർഡറിനനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്യുന്ന, അല്ല ഒരു വർക്ക് ഓർഡറിനെയാണ് നമ്മൾ ജോബ് എന്ന് പറഞ്ഞിരുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ഒരു സ്മോൾ ജോബാണ്. പക്ഷേ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലാർജ് ജോബാണ് അവിടെ. ഇറ്റ് യൂഷ്വലി ടേക്സ് എ ലോങ് ടൈം ഫോർ കംപ്ലീഷൻ. അപ്പോൾ അതൊരു പർട്ടിക്കുലർ ജോബ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്, കോൺട്രാക്റ്റിൽ വരുന്ന ജോബ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ടൈം അവിടെ എടുക്കുന്നുണ്ട്. ഇറ്റ് ഈസ് അണ്ടർടേക്കൺ ഫോർ എ ഫിക്സ്ഡ് പ്രൈസ്. അതുപോലെ തന്നെ ഈ കോൺട്രാക്റ്റിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒരു ഫിക്സ്ഡ് പ്രൈസ് അതിനുണ്ടായിരിക്കും. ഓക്കെ, ദിസ് ഫിക്സ്ഡ് ഓർ അഗ്രീഡ് പ്രൈസ് ഇസ് നോൺ ആസ് കോൺട്രാക്ട് പ്രൈസ്. ഈ ഒരു കോൺട്രാക്റ്റിൽ വരുന്ന അഗ്രീഡ് പ്രൈസിനെയാണ് പറയുന്നത് കോൺട്രാക്റ്റ് പ്രൈസ് എന്ന്. Okay, and it is generally payable in installments according to the process of the work done and approved. അതായത് വർക്ക് അവിടെ കണ്ടക്ട് ചെയ്യുന്നതിനനുസരിച്ചാണ്, അല്ലെങ്കിൽ വർക്കിൻ്റെ പ്രോഗ്രസ്സിനനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് ഈ കോൺട്രാക്ട് പ്രൈസ് പേയ്മെൻറ്റ് കോൺട്രാക്ടർക്ക് കൊടുക്കുന്നത്. ഓക്കെ, ദെൻ എന്താണ് കോൺട്രാക്റ്റ് കോസ്റ്റിംഗ് എന്ന് നോക്കാം. അപ്പോൾ കോൺട്രാക്റ്റ് എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. രണ്ട് ഇൻഡിവിജ്വൽസ് തമ്മിൽ ഒരു പെർട്ടിക്കുലർ ജോബ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഒരു പർട്ടിക്കുലർ അഗ്രീഡ് പ്രൈസിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു എഗ്രിമെൻറ്റിനെയാണ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അതിൽ വരുന്ന പാർട്ടീസാണ് കോൺട്രാക്ടർ ആൻഡ് കോൺട്രാക്റ്റി. അതിൽ കോൺട്രാക്ടർക്ക് കൊടുക്കുന്ന ഒരു അഗ്രീഡ് പ്രൈസാണ് കോൺട്രാക്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മനസ്സിലാക്കുക, കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ലാർജ് ജോബാണ്. അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്, ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ടൈം എടുക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ ഈ കോൺട്രാക്റ്റ് പ്രൈസും ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, പേയ്മെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ്, മീനിങ് ഓഫ് കോൺട്രാക്റ്റ് കോസ്റ്റിംഗ്. എന്താണ് കോൺട്രാക്റ്റ് കോസ്റ്റിങ്ങിൻ്റെ മീനിങ് നോക്കാം. ഇറ്റ് ഈസ് എ സ്പെഷ്യൽ ഫോം ഓഫ് ജോബ് കോസ്റ്റിംഗ്. ഞാൻ പറഞ്ഞു ഒരു വർക്ക് ഓർഡറാണ്. അപ്പോൾ ജോബ് കോസ്റ്റിങ്ങിലാകുമ്പോൾ ഒരു സ്മോൾ ജോബായിരിക്കും, എന്നുവെച്ചാൽ കുറച്ച് ചെറിയ ടൈമിനുള്ളിൽ, ഷോർട്ട് പീരീഡിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ജോബായിരിക്കും. പക്ഷേ കോൺട്രാക്റ്റ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാലും ഇറ്റ്സ് എ സ്പെഷ്യൽ ഫോം ഓഫ് ജോബ് കോസ്റ്റിംഗ് ആണ്. പക്ഷേ ടേക്കിംഗ് ലാർജ് ടൈം ഓർ ലാർജ് ജോബ് ആൻഡ് ഫോർ എ ലോങ് ടൈം പീരീഡ്. അവിടെ എന്തായിരിക്കും, ടൈം പീരീഡ് കൂടുതലായിരിക്കും, വലിയ ജോബുമായിരിക്കും. ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ഫോളോഡ് ബൈ ദോസ് കൺസേൺസ് വിച്ച് അണ്ടർടേക്ക് കൺസ്ട്രക്ഷൻ വർക്ക്. അതായത് കൺസ്ട്രക്ഷൻ വർക്ക്സിന് യൂസ് ചെയ്യുന്ന ഒരു കോസ്റ്റിംഗ് മെത്തേഡാണ് കോൺട്രാക്റ്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. കോൺട്രാക്റ്റ് കോസ്റ്റിംഗ് ഈസ് ഓൾസോ നോൺ ആസ് ടെർമിനൽ കോസ്റ്റിംഗ്. It is called so because the preparation of contract account is terminated or closed after the completion of the contract. ഈ കോൺട്രാക്റ്റ് കോസ്റ്റിങ്ങിന് വിളിക്കുന്ന വേറൊരു പേരാണ് ടെർമിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ കോൺട്രാക്റ്റ് കോസ്റ്റിങ്ങിനകത്തൊരു കോൺട്രാക്റ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. ഇത് നമ്മൾ ആ പർട്ടിക്കുലർ വർക്ക് ഓർഡർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ അക്കൗണ്ട് അവിടെ
ക്ലോസ് ചെയ്യും. അതുകൊണ്ടാണ് കോൺട്രാക്റ്റ് കോസ്റ്റിങ്ങിനെ എന്ത് വിളിക്കുന്നത്, ടെർമിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ CIMAയുടെ ഒരു ഡെഫിനിഷൻ ഉണ്ട്. If that form of specific order costing which applies where work is undertaken at customers' special requirements and each order is of long duration. അതായത് കസ്റ്റമേഴ്സിൻ്റെ ഓർഡർ പ്രകാരം ലോങ് ഡ്യൂറേഷനിലേക്ക് ഒരു സ്പെഷ്യൽ വർക്ക് എടുക്കുന്നുണ്ടെങ്കിൽ അതിൽ അപ്ലൈ ചെയ്യുന്ന കോസ്റ്റ് ആണ് കോസ്റ്റിംഗ് ആണ്. ഒരു സ്പെസിഫിക് ഓർഡറിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കോസ്റ്റിംഗ് ടെക്നിക്കാണ് കോൺട്രാക്റ്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഫോം ഓഫ് സ്പെസിഫിക് ഓർഡർ കോസ്റ്റിംഗ് അഡോപ്റ്റഡ് ബൈ ഇൻഡസ്ട്രീസ് എൻഗേജ്ഡ് ഇൻ ദ കൺസ്ട്രക്ഷൻ വർക്ക് ടു അസർട്ടൈൻ ദ കോസ്റ്റ് ഓഫ് ഈച്ച് വർക്ക് സെപ്പറേറ്റ്ലി. ഇപ്പോൾ നമുക്ക് കൺസ്ട്രക്ഷൻ വർക്ക്സിനാണ് നമ്മൾ കൂടുതലായിട്ടും ഈ കോൺട്രാക്റ്റ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞ ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. അതിൽ ഓരോ വർക്കിനും സെപ്പറേറ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ കോസ്റ്റ് അസർട്ടൈൻമെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ കോൺട്രാക്റ്റ് കോസ്റ്റിംഗ് ഈസ് ദ മെത്തേഡ് ഓഫ് അസർട്ടൈനിങ് ദ കോസ്റ്റ് ഓഫ് എ കോൺട്രാക്റ്റ്. ഒരു കോൺട്രാക്റ്റിൻ്റെ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്ന മെത്തേഡിനെയാണ് എന്ത് പറയുന്നത്, കോൺട്രാക്റ്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ് കോൺട്രാക്റ്റ് കോസ്റ്റിങ്ങിൻ്റെ ഫീച്ചേഴ്സ് എന്ന് നോക്കാം. ഫീച്ചേഴ്സ് ഓഫ് കോൺട്രാക്റ്റ് കോസ്റ്റിംഗ്. Contract costing is a method of costing followed by firms engaged in construction work. കൺസ്ട്രക്ഷൻ വർക്കിൽ എൻഗേജ് ചെയ്തിട്ടുള്ള ഫേംസ് ആണ് ഈ കോൺട്രാക്റ്റ് കോസ്റ്റിംഗ് എന്നുള്ളൊരു മെത്തേഡ് ഫോളോ ചെയ്യുന്നത്. ദെൻ വർക്ക് ഈസ് അണ്ടർടേക്കൺ ആസ് പെർ ദ റിക്വയർമെൻറ്റ്സ് ഓഫ് ദ കസ്റ്റമർ ഓർ ദ കോൺട്രാക്റ്റി. അതായത് കോൺട്രാക്റ്റി എന്ന് പറയുന്നത് കസ്റ്റമറാണ്. ആ ഒരു കസ്റ്റമറുടെ ജോബ് ഓർഡറിനനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, കൺസ്ട്രക്ഷൻ വർക്ക് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം ആ കോൺട്രാക്റ്റിയുടെ അല്ലെങ്കിൽ കസ്റ്റമറുടെ റിക്വയർമെൻറ്റ്സിനനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, വർക്ക് അണ്ടർടേക്ക് ചെയ്യുന്നത്. Then next, a contract is a large job. It involves huge cost. ഒരു കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ലോങ് ടൈം പീരീഡ് എടുക്കുന്ന ഒരു ലാർജ് ജോബാണ്. സോ ഇറ്റ് ഇൻവോൾവ്സ് ഹ്യൂജ് കോസ്റ്റ്. Then the work is executed at the customer's site and not in the factory. വർക്ക് നമുക്കിപ്പം ഈ കൺസ്ട്രക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റമറുടെ സൈറ്റിലായിരിക്കും കൺസ്ട്രക്ഷൻ ഉണ്ടാവുക, അല്ലാതെ പർട്ടിക്കുലർ ഒരു ഫാക്ടറിയിലല്ല ഉണ്ടായിരിക്കുക. എന്നുവെച്ചാൽ കസ്റ്റമർക്ക് എവിടെയാണോ പ്രിഫർ ചെയ്യുന്നത്, അയാൾ പ്രിഫർ ചെയ്യുന്ന ഓർഡറാണ്. അപ്പോൾ ആ ഓർഡർ എവിടെയാണോ പറയുന്നത് അവിടെയാണ് എന്തുണ്ടാവുക, കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്ലേസിലായിരിക്കും കൺസ്ട്രക്ഷൻ ഉണ്ടാവുക. ഓക്കെ, സോ കസ്റ്റമേഴ്സിൻ്റെ സൈറ്റായിരിക്കും, അല്ലാതെ ഫാക്ടറിയിലല്ല. Okay, the next, a contract takes long time for completion. Hence, a contract account covers more than one accounting year. ഒരു കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് അത് കോൺട്രാക്റ്റ് ഇപ്പോൾ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആണെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ ഒരുപാട് ടൈം എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു കോൺട്രാക്റ്റ് അക്കൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വർഷത്തിൽ കൂടുതലൊക്കെ ആ കോൺട്രാക്റ്റ് അക്കൗണ്ട് കവർ ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, ദെൻ ആ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ആ ഓർഡർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ അക്കൗണ്ട് എന്ത് ചെയ്യും, ക്ലോസ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ടാണ് ടെർമിനൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നതും. ഓക്കെ, ടെർമിനേറ്റഡ് ഓർ ടെർമിനൽ അക്കൗണ്ടിങ്. The next, a separate account is kept for each contract to which expenditure incurred on it are charged. അതായത് എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്യുന്നത് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സെപ്പറേറ്റ് ആയിട്ട് കോൺട്രാക്റ്റ് സെപ്പറേറ്റ് അക്കൗണ്ട്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ കോൺട്രാക്റ്റിലും കീപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് പറയുന്നത്, മോസ്റ്റ് ഓഫ് ദ എക്സ്പെൻസസ് ഇൻകേർഡ് അപ്പോൺ ദ കോൺട്രാക്ട്സ് ആർ ഡയറക്റ്റ്. അധികം ഈ കോൺട്രാക്ട് കോസ്റ്റിങ്ങിൽ പറയുന്ന കോസ്റ്റ്, ഒരു കോൺട്രാക്ട്സിൽ ഇൻകർ ചെയ്യുന്ന എക്സ്പെൻസസ് എന്ന് പറയുന്നത് മിക്കവാറും എന്തായിരിക്കും, ഡയറക്റ്റ് കോസ്റ്റ് തന്നെയായിരിക്കും. ഇൻഡയറക്റ്റ് കോസ്റ്റ് മേ ബി കോൺസ്റ്റിറ്റ്യൂട്ട് എ വെരി സ്മോൾ പ്രൊപ്പോർഷൻ ഓഫ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് ദ കോൺട്രാക്റ്റ്. അതായത് ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു കോൺട്രാക്റ്റിൻ്റെ മൊത്തം ടോട്ടൽ കോസ്റ്റിൽ ഒരു ചെറിയൊരു പോർഷൻ മാത്രമേ എന്ത് വരുള്ളൂ, ഇൻഡയറക്റ്റ് കോസ്റ്റായിട്ട് വരുള്ളൂ. അതിൽ മുഴുവനായിട്ടും ആ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള കോസ്റ്റുകൾ മാത്രമേ അതിനകത്ത് എന്ത് ചെയ്യുള്ളൂ, ഇൻകർ ചെയ്യുള്ളൂ. ഓക്കെ, ദെൻ ലാസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ഫീച്ചറാണ് പ്രോഫിറ്റ് അപ്പോൺ ദ ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റ് ഈസ് കോൾഡ് നോഷണൽ പ്രോഫിറ്റ്. അതായത് ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റ് പ്രോഫിറ്റിനെ പറയുന്നത് നോഷണൽ പ്രോഫിറ്റ് ആണ്. ഇറ്റ് ഈസ് നോട്ട് ആൻ ആക്ച്വൽ പ്രോഫിറ്റ്. അതൊരു ആക്ച്വൽ പ്രോഫിറ്റ് ആണ് എന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാനായിട്ട് പറ്റില്ല. ദെയർഫോർ ഓൺലി എ പ്രൊപ്പോർഷൻ ഓഫ് ദ നോഷണൽ പ്രോഫിറ്റ് ഈസ് ടേക്കൺ ടു ദ ക്രെഡിറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ദ ആക്ച്വൽ പ്രോഫിറ്റ് ക്യാൻ ബി അസർട്ടൈൻഡ് ഓൺലി ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് ദ കോൺട്രാക്ട്. നമുക്ക്
ആക്ച്വൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എത്രയാണ് അതിലുള്ള ആക്ച്വൽ പ്രോഫിറ്റ് എന്ന് കാണാനായിട്ട് പറ്റുള്ളൂ. അപ്പം ഒരു പ്രൊപ്പോർഷനേറ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നോഷണൽ പ്രോഫിറ്റ് ക്രെഡിറ്റ് ചെയ്യുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ. ആക്ച്വൽ പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ എന്തായിരിക്കണം, നമ്മൾ ആ കോൺട്രാക്റ്റ് അക്കൗണ്ട് കംപ്ലീറ്റ് അല്ലെങ്കിൽ കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കോൺട്രാക്റ്റ് കോസ്റ്റിങ്ങിൻ്റെ ഫീച്ചേഴ്സ് പറയുന്നത്. ദെൻ അപ്ലിക്കബിലിറ്റി ഓഫ് കോൺട്രാക്റ്റ് കോസ്റ്റിംഗ് നോക്കാം. അപ്പം സാധാരണ ഏത് രീതിയിലാണ് ഈ ഒരു കോൺട്രാക്റ്റ് കോസ്റ്റിംഗ് ആരൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നത് നോക്കാം, അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്യുന്നത് നോക്കാം. ദ സിസ്റ്റം ഓഫ് കോൺട്രാക്റ്റ് കോസ്റ്റിംഗ് ഇസ് അഡോപ്റ്റഡ് ബൈ ബിൽഡേഴ്സ്, സിവിൽ എഞ്ചിനീയേഴ്സ്, mechanical engineers, etc. It is suitable to business concerns undertaking construction work, engineering project, etc. It is also adopted in construction of roads, bridges, large estates or complexes, then terminals and ബോയിലേഴ്സ് എക്സെട്ര. അതായത് ഈ കോൺട്രാക്റ്റ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ടൈം എടുത്തിട്ട് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യണം. അതായത് എഞ്ചിനീയറിംഗ് പ്രോജക്റ്റിനും അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ വർക്ക്സിനൊക്കെ അങ്ങനെയുള്ള ബിസിനസ് കൺസേൺസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ് കോൺട്രാക്റ്റ് കോസ്റ്റിംഗ്. ഈ സിവിൽ എഞ്ചിനീയേഴ്സും അതുപോലെ തന്നെ ബിൽഡേഴ്സ്, മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സൊക്കെയാണ് കോൺട്രാക്റ്റ് കോസ്റ്റിംഗ് ചൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ റോഡ്, അതുപോലെ തന്നെ ബ്രിഡ്ജ് കൺസ്ട്രക്ഷൻ, ഇതിനൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ഈ കോൺട്രാക്റ്റ് കോസ്റ്റിംഗ് എന്നുള്ള മെത്തേഡ് അപ്ലൈ ചെയ്യാറുണ്ട്. ഓക്കെ, ദെൻ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡിഫറൻസ് ബിറ്റ്വീൻ കോൺട്രാക്റ്റ് കോസ്റ്റിംഗ് ആൻഡ് ജോബ് കോസ്റ്റിംഗ് ആണ്. ഓക്കെ, ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ കോൺട്രാക്റ്റ് കോസ്റ്റിംഗ് ആൻഡ് ജോബ് കോസ്റ്റിംഗ്. അപ്പം സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞു, ജോബ് കോസ്റ്റിങ്ങും അതുപോലെ തന്നെ കോൺട്രാക്റ്റ് കോസ്റ്റിങ്ങും സ്പെസിഫിക് ഓർഡറിനനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, പ്രിപ്പയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്തായിരിക്കും, രണ്ടിലും എന്താണ്, ഓർഡർ കൊടുത്തിട്ട് ആ ഓർഡർ കംപ്ലീഷനാണ് വരുന്നത്. എന്നാലും രണ്ടും തമ്മിൽ എന്തുണ്ട്, കുറച്ച് ഡിഫറൻസ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരുപാട് ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ നോക്കാം, ജോബ് കോസ്റ്റിംഗ് ആൻഡ് കോൺട്രാക്റ്റ് കോസ്റ്റിംഗ്. ഫസ്റ്റ് പറയുന്നത് ജോബ് കോസ്റ്റിംഗ്. ഇൻ ജോബ് കോസ്റ്റിംഗ് എ ജോബ് ടേക്സ് എ ഷോർട്ട് ടൈം ഫോർ കംപ്ലീഷൻ. ജോബ് കോസ്റ്റിങ്ങിൽ ഒരു ചെറിയ ജോബായിരിക്കും, അതിനെന്താണ് കംപ്ലീറ്റ് ചെയ്യാൻ കുറച്ച് ടൈം മതി. പക്ഷേ കോൺട്രാക്റ്റ് കോസ്റ്റിങ്ങിനകത്തെ കോൺട്രാക്ട് ടേക്സ് എ ലോങ് ടൈം ഫോർ കംപ്ലീഷൻ. കോൺട്രാക്റ്റ് എന്തായിരിക്കും, അതിന് കംപ്ലീഷൻ എന്ന് പറയുന്നത് ലോങ് ടൈം ആയിരിക്കും. കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ അവിടെ കൂടുതൽ ടൈം എടുക്കുന്നുണ്ട്. ദെൻ ജോബ് കോസ്റ്റിംഗ്, ജോബ് വർക്ക് ഈസ് ഡൺ ഇൻ ഫാക്ടറി പ്രിമിസസ്. അതായത് ഫാക്ടറി പ്രിമിസസിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ജോബ് കോസ്റ്റിങ്ങിലുള്ള വർക്ക് ഓർഡർ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആ ജോബ് വർക്ക് ചെയ്യുന്നത് എവിടെ നിന്നായിരിക്കും, ആ കമ്പനി അല്ലെങ്കിൽ ആ ഫാക്ടറി പ്രിമിസിൽ തന്നെയായിരിക്കും. പക്ഷേ കോൺട്രാക്റ്റ് കോസ്റ്റിങ്ങിൽ എങ്ങനെയായിരിക്കും, എവിടെയാണോ കസ്റ്റമേഴ്സായിട്ട് അവിടെയാണ് എന്ത് ചെയ്യുന്നത്, കോൺട്രാക്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. കോൺട്രാക്റ്റ് വർക്ക് ഈസ് എക്സിക്യൂട്ടഡ് അറ്റ് സൈറ്റ്. എവിടെയാണോ കസ്റ്റമറുടെ സൈറ്റ് വരുന്നത് അവിടെയാണ് എന്ത് ചെയ്യുന്നത്, കോൺട്രാക്റ്റ് വർക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ദെൻ ഇൻ ജോബ് കോസ്റ്റിംഗ് എ ജോബ് ഈസ് സ്മോൾ കോൺട്രാക്റ്റ്. ജോബ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇറ്റ്സ് എ സ്മോൾ കോൺട്രാക്റ്റ് ആണ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് കോൺട്രാക്റ്റ് കോസ്റ്റിംഗ് എ കോൺട്രാക്റ്റ് ഈസ് എ ബിഗ് ജോബ്. അവിടെ ഒരു ബിഗ് ജോബാണ് എന്ത് ചെയ്യുന്നത്, കോൺട്രാക്റ്റിൽ വരുന്നത്. ദെൻ പറയുന്നത് ഇൻ ജോബ് കോസ്റ്റിംഗ് profit is ascertained only on completion. പർട്ടിക്കുലർ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, പ്രോഫിറ്റ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. പക്ഷേ കോൺട്രാക്റ്റ് കോസ്റ്റിങ്ങിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ചെയ്യാതെയും എന്ത് ചെയ്യാം, ഒരു നോഷണൽ പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ആക്ച്വൽ പ്രോഫിറ്റ് അസർട്ടൈൻ ചെയ്യണമെങ്കിൽ എന്താണ്, നമ്മുടെ കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. പക്ഷേ എന്തായാലും നോഷണൽ പ്രോഫിറ്റ് നമുക്ക് ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റിൽ നോഷണൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നത് ഇൻ ജോബ് കോസ്റ്റിംഗ് ദ പ്രൊപ്പോർഷൻ ഓഫ് ഇൻഡയറക്റ്റ് കോസ്റ്റ് ഈസ് ഹൈ. എന്ന് വെച്ചാൽ ജോബ് കോസ്റ്റിങ്ങിനകത്ത് ഇൻഡയറക്റ്റ് കോസ്റ്റ് കൂടുതലായിരുന്നു. പക്ഷേ പ്രത്യേകം പറയുന്നുണ്ട് ഫീച്ചറിൽ കോൺട്രാക്റ്റ് കോസ്റ്റിങ്ങിൻ്റെ ഇൻഡയറക്റ്റ് കോസ്റ്റ് പ്രൊപ്പോർഷനിൽ നമ്മൾ ടോട്ടൽ കോസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഒരുപാട് കുറവായിരിക്കും. ഡയറക്റ്റ് കോസ്റ്റ് ആയിരിക്കും കൂടുതലുണ്ടാവുക. ദ പ്രൊപ്പോർഷൻ ഓഫ് ഇൻഡയറക്റ്റ് കോസ്റ്റ് ഈസ് ലോ. മോസ്റ്റ് ഓഫ് ദ എക്സ്പെൻസസ് ആർ ഡയറക്റ്റ് ആണ്. ഓക്കെ, ഇൻ ദി കേസ് ഓഫ് കോൺട്രാക്റ്റ് കോസ്റ്റിംഗ്. ഓക്കെ, ദെൻ ജോബ് കോസ്റ്റിങ്ങിൽ പറയുന്നത് സെല്ലിംഗ് പ്രൈസ് ഓഫ് എ ജോബ് ഇസ് പെയ്ഡ് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ ജോബ് ഇൻ ഫുള്ള്. എന്നുവെച്ചാൽ ജോബ് കോസ്റ്റിങ്ങിനകത്ത് നമ്മൾ ആ പർട്ടിക്കുലർ
ജോബ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് എന്ത് വരുന്നത്, സെല്ലിംഗ് പ്രൈസ് കൊടുക്കുന്നത്. ഓക്കെ, ദെൻ കോൺട്രാക്റ്റ് കോസ്റ്റിങ്ങിൽ അങ്ങനെയല്ല. അവിടെ കോൺട്രാക്ടർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് എന്നുവെച്ചാൽ വർക്ക് പ്രോഗ്രസ് എങ്ങനെയാണോ അതിനനുസരിച്ച് എന്തുണ്ട്, പേയ്മെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പ്രൈസ് ഈസ് പെയ്ഡ് ഇൻ ഇൻസ്റ്റാൾമെൻറ്റ്സ് ഡിപ്പെൻഡ് അപ്പോൺ ദ പ്രോഗ്രസ് ഓഫ് വർക്ക് പ്രോഗ്രസ് എങ്ങനെയാണോ അതിനനുസരിച്ച് എന്തുണ്ട്, ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അവിടെ പേയ്മെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ജോബ് കോസ്റ്റിങ്ങിനകത്ത് കസ്റ്റമർ എന്ത് ചെയ്യുന്നു, എപ്പോഴാണ് സെയിൽസ് പ്രൈസ് കൊടുക്കുന്നത്, എപ്പോഴാണോ ജോബ് കംപ്ലീറ്റ് ചെയ്യുന്നത് സമയത്താണ് എന്ത് ചെയ്യുന്നത്, പേയ്മെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ജോബ് കോസ്റ്റിങ്ങും അതുപോലെ തന്നെ കോൺട്രാക്ട് കോസ്റ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. രണ്ടും തമ്മിൽ ശരിക്കും എന്താണ്, കോൺട്രാക്ട് കോസ്റ്റിംഗ് ഇസ് എ വേരിയേഷൻ ഓഫ് ജോബ് കോസ്റ്റിംഗ്. ബോത്ത് ആർ മെത്തേഡ്സ് ഓഫ് സ്പെസിഫിക് ഓർഡർ കോസ്റ്റിംഗ് ആണ്. രണ്ടും എന്താണ്, ഓരോ ഓർഡറിനനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, ക്രിയേറ്റ് ചെയ്യുന്നത്. എന്നിരുന്നാലും അത് തമ്മിൽ എന്താണ് കുറച്ച് ഡിഫറൻസ് പറയുന്നുണ്ട്. അത്രയാണ് ഈ പറഞ്ഞിട്ടുള്ളത്. മേജറായിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് എ സ്മോൾ കോൺട്രാക്റ്റ് ആണ് ആൻഡ് ഇറ്റ് ടേക്സ് എ ഷോർട്ട് ടൈം ഫോർ കംപ്ലീഷൻ and the work is done in factory premises and the profit is ascertained only on completion of the job, and then the proportion of indirect cost is high and the selling price of a job is paid after completing the job in full. But in the case of contract costing, it's a big job and takes a long time for completion, and then contract work is executed at site. So and profit can be ascertained even if the contract is not completed, and the proportion of indirect cost is low. Most of the expenses are direct, and last price is paid in installments depending upon the progress of work. ഇത്രയാണ് ഡിഫറൻസസ് വരുന്നത്. Okay, next, ascertainment of profit or ലോസ് ഓൺ കോൺട്രാക്ട്സ്. അപ്പോൾ കോൺട്രാക്ട്സിൽ വരുന്ന പ്രോഫിറ്റ് ഓർ ലോസ് അസർടൈൻമെൻ്റ് ആണ് ഈ പറയുന്നത്. ഒരു കോൺട്രാക്റ്റിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അസർടൈൻ ചെയ്യുന്നത് കോൺട്രാക്റ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ്. പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ എ കോൺട്രാക്റ്റ് ഇസ് ഫൗണ്ട് ഔട്ട് ബൈ പ്രിപ്പയറിങ് എ കോൺട്രാക്റ്റ് അക്കൗണ്ട്. അപ്പോൾ അപ്പം എന്താണ് കോൺട്രാക്റ്റ് അക്കൗണ്ട് നോക്കാം. അപ്പം കോൺട്രാക്ടർ 2 അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, കോൺട്രാക്റ്റ് അക്കൗണ്ടും അതുപോലെ തന്നെ കോൺട്രാക്റ്റീസ് അക്കൗണ്ടും. കോൺട്രാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺട്രാക്റ്റിയുടെ അടുത്തുനിന്ന് ഓർഡർ സ്വീകരിച്ചിട്ട് ഇപ്പോൾ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ ആ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്ന ആളാണ് കോൺട്രാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ കോൺട്രാക്ടർ കോൺട്രാക്റ്റ് അക്കൗണ്ട് ഉണ്ടാക്കണം, കോൺട്രാക്റ്റീസ് അക്കൗണ്ട് ഉണ്ടാക്കണം. കോൺട്രാക്ടർക്ക് പേയ്മെൻറ്റ് കൊടുക്കുന്നുണ്ട് അല്ലേ, അവിടെ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് എമൗണ്ട് തരുന്നുണ്ട്. അപ്പോൾ കോൺട്രാക്റ്റിയുടെ ഒരു അക്കൗണ്ട് ഉണ്ടാക്കണം. അതേപോലെ തന്നെ ഒരു കോൺട്രാക്റ്റ് അക്കൗണ്ട്, ആ പർട്ടിക്കുലർ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ അയാൾക്ക് വന്നിട്ടുള്ള എക്സ്പെൻസസ് എത്രയാണ് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽസ് കൊടുക്കുന്ന ഒരു കോൺട്രാക്റ്റ് അക്കൗണ്ട് ഉണ്ടാക്കണം. അതേപോലെ കോൺട്രാക്റ്റിൻ്റെ കേസിൽ, അതായത് ഇപ്പം വർക്ക് ഓർഡർ കൊടുക്കുന്ന ഒരാളുണ്ടല്ലോ കോൺട്രാക്റ്റി, അയാൾ ഒരൊറ്റ അക്കൗണ്ടേ പ്രിപ്പയർ ചെയ്യുള്ളൂ, കോൺട്രാക്ടേഴ്സ് അക്കൗണ്ട്. കാരണം കോൺട്രാക്ടർക്ക് എത്ര എമൗണ്ട് കൊടുക്കുന്നുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് മെൻഷൻ ചെയ്യുന്ന ഒരു ഒറ്റ അക്കൗണ്ട് മാത്രമേ കോൺട്രാക്റ്റ് പ്രിപ്പയർ ചെയ്യുന്നുള്ളൂ. കാരണം കോൺട്രാക്ടറുമായിട്ടുള്ള ഈ പേയ്മെൻറ്റ് ആ ഒരു ഡീറ്റെയിൽസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ അവിടെ കോൺട്രാക്റ്റ് ഒരൊറ്റ അക്കൗണ്ടാണ്, കോൺട്രാക്ടേഴ്സ് അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, then the contractee's account prepared by the contractor. അപ്പോൾ കോൺട്രാക്റ്റിയുടെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് കോൺട്രാക്ടറാണ്, ആൻഡ് കോൺട്രാക്ടേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർഡ് ബൈ ദി കോൺട്രാക്റ്റി. അപ്പോൾ ഈ രണ്ടെണ്ണം കോൺട്രാക്റ്റീസ് അക്കൗണ്ടും കോൺട്രാക്ടേഴ്സ് അക്കൗണ്ടും എന്താണ്, പേഴ്സണൽ അക്കൗണ്ടാണ്. പേഴ്സണൽ എന്ന് പറഞ്ഞാൽ അവിടെ ഇൻഡിവിജ്വൽ ആണ് അല്ലേ, അപ്പോൾ അത് പേഴ്സണൽ അക്കൗണ്ടാണ്. ഓക്കെ, പിന്നെ അടുത്തത് നോക്കുക, ഓൺ ദ അതർ ഹാൻഡ് കോൺട്രാക്റ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അതൊരു നോമിനൽ അക്കൗണ്ടാണ്. അവിടെ നമുക്ക് എക്സ്പെൻസസ് ആണ് നോട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ എക്സ്പെൻസസ് എന്ന് പറയുന്ന സമയത്ത് അവിടെ എന്ത് അക്കൗണ്ടാണ് വരിക, നമ്മളുടെ റൂള് പ്രകാരം നോമിനൽ അക്കൗണ്ടാണ്. ഓക്കെ, ഇൻഫാക്ട് ഈച്ച് കോൺട്രാക്റ്റ് അക്കൗണ്ട് ബിക്കംസ് എ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓരോ കോൺട്രാക്റ്റ് അക്കൗണ്ടിലും എന്തുണ്ടാവും, ഒരു പ്രോഫിറ്റോ അല്ലെങ്കിൽ ലോസോ ഉണ്ടായിരിക്കും. It is said so because contract account is prepared to find out the cost of contract and
ടു നോ ദ പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ ദ കോൺട്രാക്റ്റ്. അപ്പം കോൺട്രാക്റ്റ് അക്കൗണ്ട് ശരിക്കും പ്രിപ്പയർ ചെയ്യുന്നത് എന്തിനാ വെച്ചാൽ ആ പർട്ടിക്കുലർ കോൺട്രാക്റ്റിന് ഇപ്പോൾ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് എത്ര കോസ്റ്റ് വന്നിട്ടുണ്ട് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനും അതുപോലെ തന്നെ ഈ കോൺട്രാക്റ്റിനകത്ത് കോൺട്രാക്ടർക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാനുമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഒരു കോൺട്രാക്റ്റ് അക്കൗണ്ട് അവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഒരു കാര്യം മനസ്സിലാക്കുക, ഓരോ പീരീഡിൻ്റെ അവസാനമാണ് എന്ത് ചെയ്യുന്നത് കോൺട്രാക്റ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. കോൺട്രാക്റ്റ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് അക്കൗണ്ടിങ് പീരീഡ്. ആൻഡ് എ കോൺട്രാക്ടർ മേ അണ്ടർടേക്ക് എ നമ്പർ ഓഫ് കോൺട്രാക്ട്സ് അറ്റ് ടൈം. ഒരു കോൺട്രാക്ടർ എന്ന് പറയുമ്പോൾ ഒരു സൈറ്റിൽ മാത്രമല്ല അയാൾക്ക് ഒരു ടൈമിൽ വർക്ക് ഉണ്ടാവുക. ഒരു കോൺട്രാക്ടർക്ക് തന്നെ ഒരേ സമയം പല സൈറ്റിൽ വർക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പം നോക്കാം. ഫോർ ഈച്ച് കോൺട്രാക്ട് എ സെപ്പറേറ്റ് അക്കൗണ്ട് ഈസ് ഓപ്പൺഡ്. അപ്പോൾ ഓരോ കോൺട്രാക്റ്റിന് എന്ത് ചെയ്യും, ഓരോ സെപ്പറേറ്റ് ആയിട്ടുള്ള കോൺട്രാക്റ്റ് അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യുക. അതിപ്പം കോഴിക്കോട് ഒരു സൈറ്റ് ഉണ്ട് വിചാരിക്കും, അതേപോലെ കുന്നമംഗലം ഒരു സൈറ്റ് ഉണ്ട്, കൊടുവള്ളി ഒരു സൈറ്റ് ഉണ്ട്. അപ്പോൾ ഈ 3 സൈറ്റിലേക്കും ഇപ്പോൾ എന്താണ് ഒരു ബിൽഡിംഗ് ആണ് 3 സൈറ്റിലും കൺസ്ട്രക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ 3 കോൺട്രാക്റ്റ് അക്കൗണ്ടുകൾ അവിടെ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഓപ്പൺ ചെയ്യും. ഓക്കെ, എന്ന് വെച്ചാൽ അവിടെ വരുന്ന 3 കോൺട്രാക്റ്റീസും സെപ്പറേറ്റും ആയിരിക്കും. ഓക്കെ, ദെൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ 2 സൈഡ്സ് ഓഫ് കോൺട്രാക്റ്റ് അക്കൗണ്ട്. അപ്പോൾ അതിനത് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. കോൺട്രാക്റ്റ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൻ്റെയും ക്രെഡിറ്റ് സൈഡിൻ്റെയും ഡിഫറൻസ്, അതായത് ബാലൻസ് ആയിട്ട് വരുന്നത് എന്ന് പറയുന്നതാണ് എന്ത് പ്രോഫിറ്റ് ഓർ ലോസ് എന്ന് പറയുന്നത്, കോൺട്രാക്റ്റിൻ്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ്. ഇഫ് ദ ക്രെഡിറ്റ് സൈഡ് എക്സീഡ്സ് ദ ഡെബിറ്റ് സൈഡ് ദ ഡിഫറൻസ് ഈസ് പ്രോഫിറ്റ്. നേരെ ഓപ്പോസിറ്റ്, ഇഫ് ദ ക്രെഡിറ്റ് സൈഡ് എക്സീഡ്സ്, അതായത് ക്രെഡിറ്റ് സൈഡ് കൂടുതലും ഡെബിറ്റ് സൈഡ് കുറവുമാണെങ്കിൽ അവിടെ പ്രോഫിറ്റാണ്. നേരെ മറിച്ചിട്ട് ഡെബിറ്റ് സൈഡ് കൂടുതലും ക്രെഡിറ്റ് സൈഡ് കുറവുമായാൽ അവിടെ എന്തായി, ലോസായി. ഓക്കെ, അപ്പം the ascertainment of profit or loss on the contract may be discussed under 2 situations. 2 സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ കോൺട്രാക്റ്റ് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അതായത് കോൺട്രാക്റ്റിലെ പ്രോഫിറ്റ് അസർട്ടൈൻ ചെയ്യാം. സിറ്റുവേഷൻസ് 2 പറയുന്നുണ്ട്. കംപ്ലീറ്റഡ് കോൺട്രാക്ട്സും ഉണ്ട്, ഇൻകംപ്ലീറ്റ് കോൺട്രാക്ട്സും ഉണ്ട്. അപ്പോൾ എന്താണ് കംപ്ലീറ്റഡ് കോൺട്രാക്ട്സ് നോക്കാം, ദെൻ ഇൻകംപ്ലീറ്റ് കോൺട്രാക്ട്സ് എന്താണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് പറയുന്നതാണ് കംപ്ലീറ്റഡ് കോൺട്രാക്ട്സ്. നോക്കാം. ഓൺ ദ കംപ്ലീഷൻ ഓഫ് ദ കോൺട്രാക്റ്റ് അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ് വിത്ത് ദ കോൺട്രാക്ട് പ്രൈസ്. അതായത് കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എന്താണ്, ഒരു കോൺട്രാക്റ്റ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എന്തായിരിക്കും, കോൺട്രാക്റ്റ് പ്രൈസ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ നോക്കാം, അതിൻ്റെ ഒരു സ്പെസിമെൻ കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് പിന്നെ ഒരു അക്കൗണ്ട് രൂപത്തിൽ പറഞ്ഞുതരാം. അപ്പോൾ ഓക്കെ, നോക്കുക, ഇവിടെ നമ്മൾ കോൺട്രാക്റ്റ് അക്കൗണ്ടിൻ്റെ ഒരു സ്പെസിമെൻ ആണ്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റഡ് കോൺട്രാക്റ്റ് ആണ് പറയുന്നത്. കംപ്ലീറ്റഡ് കോൺട്രാക്റ്റിൻ്റെ ഒരു സ്പെസിമെൻ തന്നിട്ടുണ്ട്. നിങ്ങൾ ഡെബിറ്റ് സൈഡ് നോക്കുക. ഡെബിറ്റ് സൈഡിൽ തന്നിട്ട് നമ്മൾ പറഞ്ഞു നോമിനൽ അക്കൗണ്ടാണ് കോൺട്രാക്റ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നോമിനൽ അക്കൗണ്ടിൽ എക്സ്പെൻസസിന് നമ്മൾ ഡെബിറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ കോൺട്രാക്റ്റ് അക്കൗണ്ടിന് ഡെബിറ്റാണ്. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ ടു മെറ്റീരിയൽസ്, അതായത് മെറ്റീരിയൽസ് വാങ്ങിക്കാൻ വേണ്ടി നമുക്ക് വന്നിട്ടുള്ള എക്സ്പെൻസ്, ദെൻ ലേബറിന് കൊടുക്കാൻ വന്നിട്ടുള്ള എക്സ്പെൻസ്, ദെൻ എന്തെങ്കിലും ഡയറക്റ്റ് എക്സ്പെൻസസ്, ഓവർ ഹെഡ്സ്, ഇൻഡയറക്റ്റ് കോസ്റ്റുകളാണ് ഓവർ ഹെഡ്സ് ആയിട്ട് കൊടുക്കുന്നത്, ദെൻ ടു പ്ലാൻഡ്, ദെൻ പിന്നെ ഇതിൻ്റെ റിസൾട്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടായിട്ട് ബാലൻസ് ഫിഗറാണ് വരിക. ഇതുവരെ നോട്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ക്രെഡിറ്റ് സൈഡിൽ വരുന്നത് ബൈ മെറ്റീരിയൽ റിട്ടേൺ, നമ്മളേതെങ്കിലും മെറ്റീരിയൽ തിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും മെറ്റീരിയൽ വിറ്റിട്ടുണ്ടെങ്കിലൊക്കെ നമുക്ക് ക്യാഷ് പിന്നെ തിരിച്ചിങ്ങോട്ടേക്കാണല്ലോ കിട്ടുക. ദെൻ മെറ്റീരിയൽസ് അറ്റ് സൈറ്റിൽ മെറ്റീരിയൽസ് ഉണ്ടായിരുന്നത്, ദെൻ പ്ലാൻഡ് അറ്റ് സൈറ്റ്, ദെൻ കോൺട്രാക്റ്റീസ് അക്കൗണ്ട്, കോൺട്രാക്റ്റ് പ്രൈസ് തന്നതിൻ്റെയാണത്. നമുക്കിപ്പം കോൺട്രാക്റ്റ് അക്കൗണ്ടിൽ വരുന്നത് ഇപ്പം കോൺട്രാക്ടർക്ക് എന്ത് കൊടുക്കും, നമ്മൾ കോൺട്രാക്റ്റ് പ്രൈസ്, ഒരു അഗ്രീഡ് പ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞു, അത് കൊടുക്കും. അത് കൊടുക്കുന്നതാണ് നമ്മൾ കോൺട്രാക്റ്റ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലാണ് നോട്ട് ചെയ്യുന്നത്, ഇൻകമായിട്ട് വരുന്നതാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ബാലൻസ് ചെയ്യും. ക്രെഡിറ്റ് സൈഡ് കൂടുതലും ഡെബിറ്റ് സൈഡ് കുറയുകയും ചെയ്യുമ്പോഴാണ് ഡെബിറ്റ് സൈഡിൽ ബാലൻസ് വരുന്നത്. അതാണ് എന്ത് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. തൊട്ട് താഴെ നോക്കാം. Important note: the cash or advance received from the contractee should not be takes to the contract account. നമ്മൾ അഡ്വാൻസ് ആയിട്ട് സ്വീകരിച്ചതിന് എന്ത് ചെയ്യുന്നില്ല, കോൺട്രാക്റ്റ് അക്കൗണ്ടിൽ നോട്ട് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്.
ഓക്കെ. ദെൻ ട്രീറ്റ്മെൻറ്റ് ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി ഇൻ കോൺട്രാക്റ്റ് അക്കൗണ്ട്. കോൺട്രാക്റ്റ് അക്കൗണ്ടിൽ നമ്മൾ പ്ലാന്റ് ആൻഡ് മെഷീനറി ട്രീറ്റ് ചെയ്യുന്നത്. പ്ലാന്റ് ആൻഡ് മെഷീനറി ആർ റിക്വയർഡ് ഫോർ ദ കൺസ്ട്രക്ഷൻ വർക്ക് ആൻഡ് പ്ലാന്റ് ആൻഡ് മെഷീനറി ഇൻക്ലൂഡ് ക്രെയിൻസ്, അതുപോലെ തന്നെ ട്രക്സ്, എക്സ്കവേറ്റർ, മിക്സ്ചർ ആൻഡ് ലോറീസ്. ദ മെത്തേഡ്സ് ബൈ വിച്ച് പ്ലാന്റ് ആൻഡ് മെഷീനറീസ് ആർ ഡെൽറ്റ് വിത്ത് ആസ് ഫോളോസ്. അതായത് നമുക്ക് പിന്നെ കൺസ്ട്രക്ഷൻ വർക്കിന് വേണ്ടിയിട്ട് നമ്മളുടെ കൺസ്ട്രക്ഷൻ ഗ്രൂപ്പിൻ്റെ തന്നെ എക്സ്കവേറ്റർ, ട്രക്ക്, ക്രെയിനൊക്കെ വേണ്ടി വരും. അപ്പോൾ അതെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതിൽ വെൻ പ്ലാന്റ് ഈസ് ലീസ്ഡ്, അതായത് ലീസിനെടുത്താണ് എന്നുവെച്ചാൽ ദ ലീസിങ് ചാർജസ് ആർ ചാർജ്ഡ് ഡയറക്റ്റ്ലി ടു ദ കോൺട്രാക്റ്റ്. കോൺട്രാക്റ്റ് അക്കൗണ്ടിൽ നമ്മൾ ഡയറക്റ്റായിട്ടാണ് പ്ലാന്റിൻ്റെത് കൊടുക്കുക. ഓക്കെ, ലീസിനാണ്. ദെൻ വെൻ പ്ലാന്റ് നമ്മൾ പർച്ചേസ് ചെയ്തതാണെങ്കിൽ ദർ ആർ 2 മെത്തേഡ്സ് ഇൻ കോമൺ യൂസ്. നമുക്ക് 2 മെത്തേഡ് ഉണ്ട്. ഫസ്റ്റ് മെത്തേഡും ഉണ്ട്, അതുപോലെ തന്നെ സെക്കൻഡ് മെത്തേഡും പറയുന്നുണ്ട്. അതിൽ ഫസ്റ്റ് മെത്തേഡിൽ അറ്റ് ദ ടൈം ഓഫ് ഇഷ്യൂ ഓഫ് പ്ലാന്റ് ടു കോൺട്രാക്ട്, ദ കോൺട്രാക്റ്റ് അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ് വിത്ത് ഫുൾ വാല്യൂ ഓഫ് ദ പ്ലാന്റ്. നമ്മൾ പർച്ചേസ് ചെയ്തതാണെങ്കിലാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റിൽ തന്നെ നമ്മൾ കോൺട്രാക്റ്റ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ ഫുൾ വാല്യൂവിൽ കാണിക്കും. അറ്റ് ദ എൻഡ് ഓഫ് ദ പീരീഡ് കോൺട്രാക്റ്റ് അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ് വിത്ത് ദ ഡിപ്രീസിയേറ്റഡ് വാല്യൂ. ഡിപ്രീസിയേറ്റഡ് വാല്യൂവിൽ നമ്മൾ എന്ത് ചെയ്യും, അതായത് കോസ്റ്റ് വാല്യൂന്ന് ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്ത വാല്യൂ എന്ത് ചെയ്യും, ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. ഓക്കെ, ദെൻ അതാണ് പ്ലാന്റ് അറ്റ് സൈറ്റ് പറയുന്നത്. Thus, this method has the effect of debiting depreciation to the contract account. അപ്പോൾ നമുക്ക് പിന്നെ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ദെൻ സെക്കൻഡ് മെത്തേഡ് പറയുന്നത് കോൺട്രാക്റ്റ് അക്കൗണ്ട് ഇസ് ഡെബിറ്റഡ് വിത്ത് ആൻ ഹവർലി റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ ഫോർ ദ നമ്പർ ഓഫ് ഹവേഴ്സ് ദ പ്ലാന്റ് ഈസ് യൂസ്ഡ് ഓൺ ദ കോൺട്രാക്റ്റ്. അതായത് പിന്നെ ഒരു ഹവേഴ്സ് വെച്ചിട്ട്, മണിക്കൂറുകൾ വെച്ചിട്ട് നമ്മൾ ആ പർട്ടിക്കുലർ കോൺട്രാക്റ്റിന് വേണ്ടിയിട്ട് പ്ലാന്റ് യൂസ് ചെയ്യുന്നതിനനുസരിച്ച് ഡിപ്രീസിയേഷൻ കണക്കാക്കിയിട്ട് എന്ത് ചെയ്യുക, കോൺട്രാക്റ്റ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുക ഡിപ്രീസിയേഷൻ. അതാണ് പിന്നെ സെക്കൻഡ് മെത്തേഡിൽ പറയുന്നത്. പിന്നെ സെക്കൻഡ് മെത്തേഡിൻ്റെ കേസിൽ നമ്മൾ ആ മെത്തേഡ് യൂസ് ചെയ്യുന്നത് എന്താ വെച്ചാൽ, എങ്ങനെയാ വെച്ചാൽ ഇത് ഹൈലി കോസ്റ്റ് പ്ലാന്റ് ആവുന്ന സമയത്താണ്. ഓക്കെ, എന്നുവെച്ചാൽ നമ്മൾ സ്പെഷ്യൽ ക്രെയിൻസൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ആണ് പറയുന്നത്. ഓക്കെ, അപ്പം ഇതാണ് 2 മെത്തേഡ് പറയുന്നത്. അപ്പം നമുക്കിതിലുള്ളൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം അടുത്തത്.